ദർ ഈസ് സംതിങ് മാജിക്കൽ അബൌട്ട് മോർണിംഗ്. മോർണിംഗിന് എന്തോ ഒരു മാജിക് ഉണ്ട്. അതിനെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി നമ്മളെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതുപോലുള്ള ഒരു പോസിറ്റീവ് എനർജിയിലുള്ള ഒരു വീഡിയോ ആണ് ഇത്. നമ്മളൊരു സ്മോൾ സൺറൈസ് ട്രിപ്പിന് പോയ കുറച്ച് മൊമെൻറ്റ്സിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടാൻ ഒരു ചെറിയ ഇതുപോലത്തെ ട്രിപ്പ് കൊണ്ടെല്ലാം നമുക്ക് കഴിയും. അതിന് കുറേ ബഡ്ജറ്റോ കുറേ പൈസയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഏറ്റവും അടുത്തുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ കൂടെ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമുക്ക് മാത്രമല്ല, നമ്മളെ കുട്ടികൾക്കും നമ്മൾ കൊടുക്കുന്ന ഒരു ബെസ്റ്റ് ഗിഫ്റ്റായിരിക്കും. നമ്മൾ ഒരുപാട് ടോയ്സ് എല്ലാം അവർക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷെ അത് അവർ 2-3 ഡേയ്സ് കളിച്ച് കഴിഞ്ഞാൽ അത് അവരുടെ മൈൻഡിൽ നിന്ന് പിന്നെ പോകും. അത് പിന്നെ നെക്സ്റ്റ് ടോയ്സ് വാങ്ങുമ്പോൾ അവരത് ഓർക്കുക പോലും ഇല്ല. പക്ഷേ ഇതുപോലുള്ള ട്രിപ്സും ഇതുപോലുള്ള മൊമെൻറ്റ്സും ഒരു ലൈഫ് ലോങ് എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും. ഇത് വെറും ഒരു ട്രിപ്പ് മാത്രമായിരിക്കില്ല അവർക്ക്, ഒരു എക്സ്പീരിയൻസ് ആണ്. അവരുടെ ലൈഫ് ലോങ് അവർ മൈൻഡിൽ സൂക്ഷിക്കുന്ന ഒരു വലിയൊരു എക്സ്പീരിയൻസ്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മളിടക്ക് നമുക്കും നമ്മളെ മക്കൾക്കും എല്ലാം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിന് ഒരുപാട് ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ച് എഫേർട്ട് നമ്മൾ എടുക്കണം. മോർണിംഗ് നേരത്തെ എണീക്കണം, ഇതുപോലെ പോവണം എന്നൊക്കെയുള്ള സ്മോൾ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു ബിഗ് ഹാപ്പിനെസ്സും ഒരു വലിയ റിലാക്സേഷനെല്ലാം നമുക്ക് തരും. മാത്രമല്ല, നമ്മളൊന്ന് പുതിയതായിട്ട് റീസ്റ്റാർട്ട് ആവുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സൺറൈസ് ടൈമിൽ കിട്ടുന്ന കാഴ്ചകളും പ്രകൃതിയും ഒക്കെ ഒരു സ്പെഷ്യലാണ്. ഒരു പെയിൻറ്റിങ് പോലെ നമുക്ക് തോന്നും. ഒക്കെ ഭയങ്കര ലൈറ്ററായിട്ടും സ്ലോവറായിട്ടും നമുക്ക് ഫീൽ ചെയ്യും. ഒരു തിരക്കുകളും ഒരു ഹറിബറി ഇല്ലാണ്ട് കുറേ ടൈം നമ്മൾ അതിലിങ്ങനെ ജീവിക്കുന്ന പോലെ തോന്നും. നമ്മളൊരു മോർണിംഗ് ടീയും കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം പാക്ക് ചെയ്തിട്ടായിരുന്നു പോയിട്ടുള്ളത്. അവിടെ നിന്ന് ഒരു റിലാക്സ് ആയിട്ട് ഒന്നിരുന്ന് ചായ എല്ലാം കുടിച്ച് കുറച്ച് വർത്തമാനമെല്ലാം പറഞ്ഞിരിക്കാൻ അതന്നെ ഭയങ്കര വൈബായിരിക്കും. പിന്നെ ഫ്രൂട്ട്സ് മെയിൻലി പാക്ക് ചെയ്തത് കുട്ടികളൊക്കെ രാവിലെ തന്നെ വെളിച്ചുണർത്തി കൊണ്ടുപോകുന്നതുകൊണ്ട് അവർക്ക് വിശക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം അവർക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പാക്ക് ചെയ്തതാണ് ഫ്രൂട്ട്സ് എല്ലാം. അത് നല്ല ഹെൽപ്ഫുൾ ആവുകയും ചെയ്ത്. കാരണം ഇവിടെ നമ്മളൊരു 2 ഹവറെല്ലാം സ്പെൻഡ് ചെയ്ത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിലൊക്കെ എത്തുമ്പോഴേക്ക് കുട്ടിക്ക് നന്നായിട്ട് വിശക്കും. അവർ ഇത്ര നേരത്തെ ഒന്ന് എണീറ്റിട്ട് അത്ര ശീലമില്ലല്ലോ. ഇത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. ചില സമയത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെയുള്ള ഇതുപോലുള്ള ഒരു സൺറൈസ് മാത്രം മതിയാവും.